നമുക്ക് ഈ കാലയളവിൽ ഒരാഴ്ചത്തേക്ക് നെതന്യാഹുവിൻ്റെ വാക്കുകളോ പ്രത്യേകിച്ചുള്ള ഓർഡറുകളോ നമ്മളാരും ശ്രദ്ധിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പം അതൊക്കെ ഒന്ന് മാറിയിട്ട് പുതിയ വർത്തമാനങ്ങളും അതേപോലെ തന്നെ പുതിയ പ്രഖ്യാപനങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ആ പ്രഖ്യാപനം എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യം പറയുന്നത്, രാജ്യത്ത് ഒരു ഹൈ അലേർട്ടഡ് ആയിട്ടുള്ള ദിവസങ്ങളിലേക്ക് മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി ഒരു പ്രത്യേക അലേർട്ടായിട്ടോ അല്ലെങ്കിൽ സൈറൻ മുഴങ്ങുന്ന രംഗങ്ങളോ ഈ രാജ്യത്തെ ജനങ്ങൾ കേൾക്കാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ട് എന്നൊരു ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നത്, ഇനിയൊരു വലിയൊരു നീക്കത്തിന് വേണ്ടിയിട്ട് രാജ്യം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ രാജ്യത്തെ രഹസ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പോകാതിരിക്കാൻ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഹൈ അലേർട്ടഡായിട്ട് രാവും പകലും തൻ്റെ രാജ്യത്തെ ആളുകൾ കഴിഞ്ഞു പോകണം എന്ന് പറയുന്നു. കാരണം നമ്മൾ അവസാന നിമിഷം മാത്രമായിരിക്കും യുദ്ധം ആരംഭിച്ചു എന്നത് അറിയുക. അതുകൊണ്ട് സെക്കൻഡ് ടൈം അഥവാ 1 മിനിറ്റ് 2 മിനിറ്റിന് ശേഷമായിരിക്കും അത് ആ ശത്രുപക്ഷത്തു നിന്നുള്ള ഒരു അറ്റാക്ക് തിരിച്ചു വരുന്നുണ്ട് മാത്രമായിരിക്കും നിങ്ങൾ യുദ്ധം ആരംഭിച്ചതിനെക്കുറിച്ച് അറിയുകയുള്ളൂ എന്ന് നെതന്യാഹു തൻ്റെ രാജ്യത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്. ഈ വാർത്തയും വാക്കുകളും ഒക്കെ നമുക്ക് അൽ അറേബ്യ ഇംഗ്ലീഷ് എന്ന് പറയുന്ന ചാനലിൽ കിട്ടും. നേരത്തെ അൽ അറേബ്യയെക്കുറിച്ച് പറഞ്ഞപ്പം എല്ലാ അറബിയും അങ്ങനെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നൊരു കമൻറ്റ് കണ്ടിരുന്നു. ഇത് ഇംഗ്ലീഷിലെ അഥവാ പാശ്ചാത്യർ ഉണ്ടാക്കി വെച്ച ഒരു ചാനലാണ്. അവരുടെ പേര് നമ്മുടെ വിടുന്നുണ്ടാക്കുന്ന അൽ കബീർ ഹലാൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇറച്ചി കയറ്റി വിടുന്നില്ലേ, അതുപോലെ മറ്റൊന്നായിട്ട് കണ്ടാൽ മതി. അതെ, ഈ പേര് കൊണ്ട് ഒരിക്കലും ഇവർ മുസ്ലിങ്ങളാണെന്നൊന്നും കരുതണ്ട. അതുകൊണ്ട് അൽ അറബിയ എന്ന് പറയുന്ന ആ ചാനലിൽ പോയാൽ നിങ്ങൾക്ക് ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും. എന്താണ് ഇതിൽ പ്രധാനപ്പെട്ട വാർത്തകൾ ഒന്നുകൂടി പറയാനുള്ളത്, രാജ്യത്തെ ഹൈ അലേർട്ടഡായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ ദിവസങ്ങൾ മാത്രമല്ല, ആഴ്ചകൾ ഒരുപക്ഷെ നീണ്ടു നിൽക്കാം. അതല്ല, ഇന്ന ദിവസം ഇന്ന അലേർട്ട് എന്ന് പറയാൻ സാധിക്കാത്തത് രഹസ്യാന്വേഷണ വിഭാഗത്തിന് ഇതൊരു വലിയൊരു മുതൽക്കൂട്ടാവുകയും നമ്മുടെ ശത്രുപക്ഷത്തിന് നമ്മളെ തകർക്കാൻ ഏറെ സാധ്യത ഉള്ളതുകൊണ്ട് ഇനി അങ്ങോട്ട്, അഥവാ 2025 ജൂൺ 26 ജനുവരി മാസം 27-ാം തീയതി ഉച്ചയ്ക്ക് ശേഷം ഇനി തുടർന്നൊരു അറിയിപ്പ് വരുന്നതുവരെ ഹൈ അലേർട്ടഡായിട്ട് രാജ്യം മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി രാജ്യത്തിലെ ജനങ്ങൾക്ക് സൈറൺ മുഴങ്ങുന്നതോ ബന്ധപ്പെട്ടതോ ഇല്ലെങ്കിൽ പോലും അത് നിങ്ങൾ ബങ്കറുകളും ബന്ധപ്പെട്ട സുരക്ഷാ കേന്ദ്രങ്ങളും നോക്കിയും കാര്യങ്ങൾ മനസ്സിലാക്കിയും മുന്നോട്ട് പോകണം. എല്ലാ അർത്ഥത്തിലും സാധാരണമായിട്ടുള്ള ജീവിതം നയിക്കുന്നതിൽ യാതൊരു പ്രയാസമില്ല, അതങ്ങനെ തന്നെ മുന്നോട്ട് പോയിക്കോളൂ എന്ന വാർത്തകളാണ്. കൂട്ടത്തിൽ ഭീമാകാരമായിട്ടുള്ള ഒരു റിപ്പോർട്ട് കൂടി കാണുന്നുണ്ട്. നമ്മുടെ രാജ്യത്തിലെ ഉന്നത തലത്തിലുള്ള ആളുകളല്ലാതെ ഒരു സ്ഫോടന പരമ്പരയോ യുദ്ധങ്ങളുടെ ഫസ്റ്റ് സ്റ്റെപ്പ് അറിയില്ല, അതാദ്യ സമയത്ത് അറിയുകയില്ല. സെക്കൻഡ് ടൈം അഥവാ 2-ാമത്തെ മിനിറ്റിലോ 3-ാമത്തെ മിനിറ്റിൽ മാത്രമായിരിക്കും തൻ്റെ രാജ്യത്തെ ഹൈ ഒഫീഷ്യൽസിൽപ്പെട്ട ചില ആളുകൾ ഒഴിച്ച് ബാക്കി എല്ലാവരും അറിയുകയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അത് മുകളിൽ മുതൽ താഴെ ലെവലിൽ വരെയുള്ള ഇതുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് പോലും ഇവിടെ എന്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് അതാത് സമയത്ത് ലൈവായിട്ട് അറിയാനുള്ള സാധ്യത ഇനിയില്ല എന്നുള്ളതാണ് പറഞ്ഞു വെക്കുന്നത്. ഇതൊരു സൈക്കോളജിക്കൽ മൂവ്മെൻ്റ് ആണോ എന്ന് തോന്നിപ്പോവുകയാണ്. കാരണം ഇങ്ങനെ പറയുമ്പോൾ ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഇപ്പോൾ അടിക്കും എന്ന് പറയുന്ന രീതിക്ക് എല്ലാ ദിവസവും കാത്തിരിക്കേണ്ടി വരുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ വന്നിട്ട് അവരുടെ മാനസികമായിട്ട് ഡിപ്രഷൻ ഉണ്ടാക്കാനുള്ള തന്ത്രമാണോ ഈ ഇസ്രായേൽ പ്രഖ്യാപിച്ചത് എന്നറിയില്ല. എന്താണെങ്കിലും സ്വന്തം ജനങ്ങളോടും ഇതേ കാര്യം പറഞ്ഞതുകൊണ്ട് അവരും ഇനിയുള്ള ദിവസങ്ങൾ ഹൈ അലേർട്ടഡായിട്ട് നിൽക്കണം. ഏത് ഭാഗത്ത് പോവുകയാണെങ്കിലും ചുറ്റിപ്പറ്റിയൊരു ബങ്കർ കണ്ടുവെക്കണം. എങ്കിൽ മാത്രമേ അവിടെ സുരക്ഷിതത്വ ബോധത്തോടുകൂടി ഇടപഴകാൻ പാടുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ എത്ര ദിവസമാണെന്ന് പറയാതെ പറയുന്നത് എന്നതിന് ന്യായവും പറയുന്നത്, ഒരു പെടുന്നതിനുള്ളൊരു സമയം പറയുമ്പം ശത്രുപക്ഷത്തിന് നമ്മളെ കീഴ്പ്പെടുത്താൻ ഏറെ പെട്ടെന്ന് സാധിക്കാനുള്ള സാധ്യത ഉണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ മറച്ചു വെക്കുന്നത് എന്നൊക്കെയാണ്. ഈ വാർത്ത മുഴുവനായിട്ട് നമുക്ക് അങ്ങനെ കണ്ട് വിഴുങ്ങാൻ കഴിയില്ലെങ്കിൽ പോലും സത്യത്തിൽ അങ്ങനെയും ഈ യുദ്ധത്തിൻ്റെ തന്ത്രമായിട്ട് സ്വീകരിക്കാം എന്നുള്ളതാണ് വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്. ഇറാനെ സംബന്ധിച്ചിടത്തോളം അവർ നേരത്തെ ഒരുങ്ങിയതാണ്. പക്ഷേങ്കിൽ അവിടെയുള്ള ഓരോ ചലനങ്ങളും നോക്കിയും കണ്ടും കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് എന്ന് ഇറാൻ നേരത്തെ പ്രഖ്യാപനം നടത്തിയിരുന്നു. അതിൻ്റെ പിന്നാലെ ഏതാനും ചില മണിക്കൂറുകൾക്ക് ശേഷമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രഖ്യാപനം വരുന്നത്. രാജ്യം ഈ ദിവസം മുതൽ ഇന്നുച്ചയ്ക്ക് ശേഷം എല്ലാ ദിവസവും ഇനിയൊരു പുതിയൊരു മുന്നറിയിപ്പ് വരുന്നത് വരെ ഹൈ അലേർട്ടഡായിട്ട് നമ്മുടെ ജനങ്ങളൊക്കെ പെരുമാറേണ്ടതുണ്ട് എന്ന് പറയുന്നത്.
മൊത്തത്തിൽ എരിപിരി കൊള്ളുന്ന ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അവിടുത്തെ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം ഇനിയുള്ള ദിവസങ്ങൾ നിറയെ യാതനകളായിരിക്കും. കാരണം അവരെ ഏറ്റവും കൂടുതൽ ഭീതിപ്പെട്ടിട്ടുള്ളത് 2025 ജൂൺ മാസത്തിലാണ്. ഇനിയൊരു പുതിയൊരു സന്ദേശം ലഭിക്കുന്നത് വരെ നിങ്ങളൊക്കെ ജാഗരൂകരായിരിക്കണമെന്ന് പറയുമ്പം ഒരു യഥാർത്ഥ യുദ്ധ അന്തരീക്ഷത്തിലേക്ക് അവരെ തള്ളിവിടുകയാണ് നെതന്യാഹു ചെയ്തിട്ടുള്ളത്. ഇതുകൊണ്ട് എന്ത് നേട്ടമെന്ന് ചോദിക്കുന്നത്, സീക്രട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്, അതൊന്നും ചോർന്നു പോകാതിരിക്കാൻ സഹായിക്കുന്നു. ഇങ്ങനൊരു പശ്ചാത്തല സൗകര്യങ്ങളൊക്കെ മാറ്റിവെച്ച് യുദ്ധത്തിലേക്ക് നമ്മൾ ഇറങ്ങുകയാണെന്ന് പുതിയതായി റിപ്പോർട്ട് ചെയ്യുമ്പം അത് ഈ ഇറാനെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടാകാനുള്ള സാധ്യത ഉണ്ട് എന്നും പറയപ്പെടുന്നു. എന്താണെങ്കിലും ഈ വാർത്തകൾ വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് വലിയ രൂപത്തിൽ മുന്നൊരുക്കങ്ങളൊക്കെ ഇസ്രായേൽ നടത്തിക്കഴിഞ്ഞു. അമേരിക്കയുടെ ഭാഗത്തു നിന്ന് അതേപോലെ മൊത്തത്തിലുള്ള ഒരു മുന്നൊരുക്കം നടത്തി അവസാന ഘട്ടത്തിൽ എത്തി എന്നുള്ളത് ഈ വാർത്ത ചൂടുപിടിച്ച് പറയാൻ പറ്റും. അമേരിക്കയുടെ സൈനിക നീക്കം F-35 യുദ്ധവിമാനങ്ങൾ, വിമാനവാഹിനി കപ്പലുകൾ മേഖലയിൽ വിന്യസിച്ചിരിക്കുന്നു എന്നും ഇസ്രായേൽ ആ രാജ്യത്തെ ജനങ്ങളോട് അഭിസംബോധന ചെയ്ത് പറയുന്ന കൂട്ടത്തിൽ വിലയിരുത്തിയിട്ടുണ്ട്. അപ്പോൾ മൊത്തം ഇവരെല്ലാവരും കൂടി ഒരുമിച്ച് ഒരേ ടൈമിൽ ഇറാനെ തകർക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറയാൻ കഴിയില്ല. എന്താണെങ്കിലും ഇറാൻ എന്ന് പറയുന്ന രാജ്യം ഒരു സെക്കൻഡുകൾക്ക് മുന്നേ ഞങ്ങൾ ആക്രമിക്കും എന്ന് പറഞ്ഞ് നമ്മൾ നേരത്തെ വീഡിയോ ചെയ്തിരുന്നു. അത് ഈ വാർത്ത കാണുന്നതിന് മുമ്പേ ഉള്ള വീഡിയോ ആണ്. അപ്പോൾ ആ ഒരു വാർത്ത കിട്ടിയത് കൊണ്ടായിരിക്കും നിങ്ങളുടെ അനക്കങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ നിന്ന് ഫ്ലൈറ്റ് പൊന്തുന്നത് ഞങ്ങൾ ആക്രമിക്കാൻ വേണ്ടിയിട്ടാണെന്ന് ഉറപ്പായി കഴിഞ്ഞാൽ അടുത്ത ആദ്യ സെക്കൻഡിൽ തന്നെ ഞങ്ങൾ അറ്റാക്ക് ചെയ്യും എന്ന വാർത്ത അല്ലെങ്കിൽ പ്രഖ്യാപനം അവിടുത്തെ ഈ ഏറ്റവും വലിയ സൈനിക മേധാവി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം കൂടി ഒന്നിച്ച് നോക്കുകയാണെങ്കിൽ ഇതെല്ലാം കൂടി ഒന്നിച്ച് വാർത്ത വായിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ മനസ്സിലാക്കുകയാണെങ്കിൽ മൊത്തം ഒരു അരക്ഷിതാവസ്ഥയിലേക്ക് ഈ ലോകം വലിച്ചിഴക്കപ്പെടുന്നുണ്ട് എന്ന തോന്നൽ ഇല്ലാതില്ല. എന്നാലും യുദ്ധങ്ങൾ ഇല്ലാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രത്യാശിക്കാം. ഈ ലോകത്ത് ഇപ്പോൾ ഈ ഇസ്രായേൽ പറഞ്ഞു വെക്കുന്ന മുന്നറിയിപ്പില്ലാതെ ആക്രമണം നടത്തുമെന്നുള്ളതിൻ്റെ സൂചനയാണ് അത് തൻ്റെ രാജ്യത്തെ ആളുകളെ കൂടി യുദ്ധാന്തരീക്ഷത്തിലേക്ക് വലിച്ചു കൊണ്ടുവന്നിട്ടുള്ളത്. ഇനി ഇറാൻ്റെ സമീപനം എങ്ങനെ ആയിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് കൂടുതൽ പറയാനില്ല. നേരത്തെ തന്നെ അത് പറഞ്ഞു കഴിഞ്ഞു. അടുത്ത ആദ്യ സെക്കൻഡ് അഥവാ അവിടുത്തെ നീക്കുപോക്കുകൾ ഞങ്ങൾക്ക് അനുകൂലമല്ല ഞങ്ങൾക്ക് പ്രതികൂലമാണെന്ന് എപ്പോഴാണോ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അതുമുതൽ ആദ്യത്തെ സെക്കൻഡിൽ നിങ്ങളെ തകർത്ത് കളയും. അവസാനത്തെ ഒടുക്കത്തെ യുദ്ധമായിരിക്കും ലാസ്റ്റ് വാർ, ഓൾ ഔട്ട് വാർ എന്നൊക്കെയാണ് അതിന് പേര് വെച്ചത്. ഇങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിലാണ് അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും സമീപനം കൊണ്ട് പശ്ചിമേഷ്യ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. പ്രവാസികളെ പേടിക്കാനല്ല, നമുക്ക് വരാനുള്ളത് മുഴുവനും വരിക തന്നെ ചെയ്യും. പക്ഷേ നമ്മുടെ എല്ലാ കാര്യത്തിലും ഒന്ന് ലിമിറ്റ് ചെയ്യൽ നന്നായിരിക്കുമെന്നാണ് തോന്നുന്നത്. കാരണം വ്യത്യസ്തങ്ങളായിട്ടുള്ള റിപ്പോർട്ടുകൾ വരുമ്പം ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. ചെറിയ രൂപത്തിലുള്ള കാര്യങ്ങളായിരിക്കാം പിന്നീട് അത് വലിയ രൂപത്തിലായി മാറാൻ സാധ്യത. ഇപ്പോൾ ഇസ്രായേലിൻ്റെ നെതന്യാഹു ഒരു 3-4 ദിവസത്തേക്ക് മിണ്ടാട്ടമില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് മിണ്ടിയിട്ടുണ്ട്. കൃത്യമായിട്ടൊരു അലേർട്ടാണ് ലോകത്തിന് മുമ്പാകെ കൊടുത്തിട്ടുള്ളത്. തൻ്റെ ജനങ്ങളോട് അഭിസംബോധനം ചെയ്തിട്ട് പറയുകയാണെങ്കിൽ പോലും ആ വാക്കുകൾക്ക് വലിയ ഗാംഭീര്യം ഉള്ളതായി തോന്നുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഇറാനെ സംബന്ധിച്ചിടത്തോളം വലിയ എല്ലാ സംവിധാനങ്ങളും സെറ്റ് ചെയ്ത് ലോക്ക് ചെയ്ത് വെച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനി ഒരു ബട്ടൺ ഞെക്കിക്കഴിഞ്ഞാൽ ആകെ വർക്കൗട്ടാവും എന്ന ഒരു പ്രഖ്യാപനവും പിന്നാലെ വരുന്നുണ്ട്. എന്താണെങ്കിലും വളരെ അതീവ രഹസ്യമായിട്ടാണ് ഇറാൻ്റെ നീക്കങ്ങൾ എന്നുള്ളത് ഈ വാർത്തയിലൂടെ ഈ ന്യൂസിലൂടെ നമുക്ക് വായിക്കാൻ പറ്റും, മനസ്സിലാക്കാൻ പറ്റും. മറ്റൊരു പുതിയ വിശേഷം കാണുന്നത് വരെ എല്ലാവർക്കും സന്തോഷത്തോടെയുള്ള ദിവസങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാ പ്രയാസങ്ങളും അല്ലാഹു ദൂരീകരിച്ച് തരട്ടെ. ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായക്കേടുകളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടുക. വിഷ് യു ആൾ ദ ബെസ്റ്റ്. ഗുഡ് ബൈ.